ചത്തില്ല ഒച്ച. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അരീക്കൽ വെള്ളച്ചാട്ടത്തിലോട്ടാണ്. പാമ്പാക്കുട സ്ഥിതി ചെയ്യുന്ന അരീക്കൽ വെള്ളച്ചാട്ടം പിറവത്തുനിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് കക്കാടാണ്. അപ്പോൾ അവിടുന്ന് വളരെ അടുത്താണ്. ഭയങ്കര മഴയാണ്. മൺസൂണിലുള്ള അരീക്കൽ വാട്ടർഫാൾ കണ്ടിട്ടില്ല. ഇപ്പോൾ കാണിച്ചത് അരീക്കൽ വാട്ടർഫാൾ. ഒരു ടിക്കറ്റ് എടുക്കണം. ഒരു ടിക്കറ്റിന് 20 രൂപയാണ്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. പക്ഷേ അവിടേക്കാണ് ചേട്ടൻ പറഞ്ഞു നമ്മളോട്, എടാ കുഴപ്പമില്ലടാ പൊക്കോട്ടെ, 2 പേരെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹരിക്കുക. പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, ഫോണൊക്കെ വണ്ടിയിലായിരുന്നു. അപ്പോൾ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പുള്ളി നമ്മളോട് പറഞ്ഞു, എടാ പൊക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ 2 പേർക്കുള്ള ടിക്കറ്റ് എടുത്താൽ തിരിച്ച് പുള്ളി ടിക്കറ്റ് കയറാൻ നിൽക്കുന്ന പുള്ളിയായിരുന്നു. അതായത് ഞങ്ങൾ 2 പേർ ടിക്കറ്റ് എടുത്തോളൂ, പക്ഷേ 4 പേര് കയറി. പക്ഷേ നിങ്ങളിത് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യേണ്ട, എല്ലാവരും ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 20 രൂപയാണ്. അതായത് പുള്ളി തന്നെ നമ്മളോട് പറഞ്ഞു കുഴപ്പമില്ല പൊക്കോളാൻ. നമുക്ക് മനസ്സിലായില്ല, അത് സ്ട്രെയിഞ്ചറാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാട്ടർഫാളിലോട്ട് എത്താൻ പോവാണ്. അരീക്കൽ വാട്ടർഫാളിൻ്റെ വീഡിയോ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ്. ജസ്റ്റ് വാച്ച്. ഇവിടെ വന്ന് കുളിച്ചതിന് ശേഷം ഡ്രസ്സ് മാറാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചരീക്കലാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ പാർക്കിംഗ് ഫീ അവിടെ കയറി വരുന്നിടത്ത് 20 രൂപയാണ്. രണ്ടാമത്തെ പാർക്കിംഗ് ഫീയിൽ 10 രൂപ ഉള്ളൂ. ഈ ചേച്ചി പാവം ചേച്ചിയാണ്. ഇവിടെ 5:30 വരെ നമുക്കിവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ വന്നപ്പോൾ ലേറ്റായിപ്പോയി. ചേച്ചി ഇന്ന് നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വന്നതെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇന്ന് ജസ്റ്റ് കയറി കണ്ടിട്ട് പോക്കോ, അങ്ങനെ ഇറങ്ങിക്കോ. പക്ഷേ ഇനി വരുമ്പോൾ നേരത്തെ വന്നിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ പാർക്ക് ചെയ്യാൻ നോക്കുക. ഈ പാർക്കിംഗ് ആയിട്ട് തൊട്ടടുത്താണ് കൊച്ചരീക്കൽ ചിറ. ഇവിടെയുള്ള ആളുകളൊക്കെ കുടിക്കാനും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കുടിക്കാനും തുണി അലക്കാനും.
പൈസ അടുത്ത് നമ്മളെത്തിരിക്കുന്നത് ശൂലം വെള്ളച്ചാട്ടത്തിലാണ്. ഇവിടെ ഒരു പോത്തുണ്ട്. ഹായ് ഹായ്. ഓക്കെ, ഓടാൻ വയ്യ. ശരി 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 ഓക്കെ. ഇവിടെ ഒരു കിടുക്കാച്ചി പാറമടയുണ്ട്. നിറച്ച് വെള്ളമാണ് അവിടെ. കുറച്ച് പിള്ളേർ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ചാടാൻ പറ്റില്ല, പക്ഷെ നമ്മളിതിൻ്റെ നേരെ താഴോട്ട് പോകണം. പക്ഷെ ഇവിടെ വെള്ളം നീല കളറാണ്. എങ്ങനെയുണ്ട്? നീ കണ്ടിട്ട് ചാടാൻ തോന്നണ്ട. ഇവിടെ നിർത്തി ചാടാൻ തോന്നുന്നു. മണ്ണിടിഞ്ഞാലും എങ്ങനെയെങ്കിലും ഒരു താഴോട്ട് ചെന്നാൽ മതി എന്നുള്ളൊരവസ്ഥ. ഇവിടെ കലങ്ങിയ വെള്ളമാണ്. നല്ല ആഴം ഉണ്ടാവും ഇതിനകത്ത്. വെള്ളം വെച്ചാൽ കരിനീല കളർ. നമുക്ക് ഇതൊരു ആഴം ഉണ്ടെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അതുപോലെ ആഴം. പാറമടയാണത്. ഇതിൽ ഇങ്ങോട്ടൊരു വഴിയുണ്ട്, നമുക്ക് പോയി നോക്കാം. അവിടെ എന്താടാ ഗൈസ്? ഇതിലെയാണ് വെള്ളച്ചാട്ടത്തിലോട്ട് പോണത്. ഇവിടെ ഒരു പാറയുണ്ട്. എൻ്റെ പൊന്നു നോക്ക്. ഫോറസ്റ്റ് വൈബ്. കുറച്ച് ടാസ്കുള്ള വഴിയാണ് ഇതിൽ ഇറങ്ങി പോകാനൊക്കെ. ഇല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഷോർട്ട് കട്ട് വഴി കണ്ടുപിടിച്ചു. ഞങ്ങൾ ഇറങ്ങിപ്പോയി അതിക്കടെ, പക്ഷെ കയറിയൊന്നും നമുക്ക് ഇതിലിറങ്ങി. ഇത് ശൂലം വെള്ളച്ചാട്ടത്തിലോട്ട് വഴിയാണ്. ഇതെന്താ എന്ത് രസമാണ് ഇത്. ഭയങ്കര. ഇപ്പം ഞാൻ ഇവിടെ പടായനെ, ഇവൻ ഇവിടെ പടായനെ. മഴ പെയ്തുകൊണ്ട് തെന്നി തെറിച്ചെടുക്കണം. എന്താ മഴ പെയ്തുകൊണ്ട് വഴിയൊക്കെ ഭയങ്കര ചത്തില്ല. കുറച്ച് ദൂരമുണ്ട്, പക്ഷെ മറ്റേ വഴിയാണ് ഡേഞ്ചർ എന്ന് പറഞ്ഞത്. കുറച്ച് എളുപ്പമാണ്. അവിടെ ചെരുപ്പ് ഇട്ടിട്ട് നമ്മൾ പോയി നോക്കാം. ഇവിടെ തന്നെ വെള്ളച്ചാട്ടത്തിന് സൈഡിൽ തന്നെ
ലൈറ്റ് ഇല്ല അതിനകത്ത്. നടക്കാനുള്ള ജസ്റ്റ് സ്ഥലമുള്ളൂ. സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതെ കൃഷി തീർന്നു. കൗതുകം ലേശം കൂടുതലാണ്, പിന്നെയും കയറി പോകണുണ്ട്. എങ്ങോട്ടാന്ന് അറിയില്ല, ഞാനും പുറകെ കയറി നോക്കാം. കാണാൻ ഇച്ചിരി പാടാണ്. ലിഗ്മെന്റ് തയ്യാറായതുകൊണ്ട് എനിക്ക് എത്ര ബുദ്ധിമുട്ടല്ലെങ്കിൽ ഞാൻ ലൈറ്റ് അടിച്ചു. മോനെ ഇതിനകത്ത് കാണാൻ നടക്കാം. ഈ ശൂലം വെള്ളച്ചാട്ടത്തിലോട്ട് വന്ന് ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു പാറയാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നോക്കി എടുക്കാൻ വയ്യും. ഈ കുളത്തിൽ നിന്നാണ് വെള്ളം ഒഴുകി നേരെ താഴെ വെള്ളച്ചാട്ടം. മഴക്കാറൊക്കെ വെച്ചിട്ട് മഴ പെയ്യാൻ പോകണം. നമ്മൾ ഏകദേശം ഇങ്ങനെ ഇറങ്ങാൻ പോകണം. ഒരു ഗ്യാങ് വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ചു പോവാം. നോക്ക്.